നമസ്കാരം എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, ബൊമ്പായം. ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതൊക്കെ അയച്ചു തരും. ഈ നക്ഷത്രം ജനിച്ച സമയം വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിലും പല ആൾക്കാരും പാസ്പോർട്ട്, സർട്ടിഫിക്കറ്റ് ഇതിലെയൊക്കെ ജനനത്തീയതി സമയമൊക്കെയാണ് അയച്ചു തരുന്നത്. അത് തെറ്റാണ്. എൻ്റെ ജാതകത്തിൽ പോലും എന്നെ 4 വയസ്സുള്ളപ്പോഴാണ് 5 വയസ്സെന്നും കൊണ്ട് ചേർത്തത്. സർട്ടിഫിക്കറ്റിലെ ജനനത്തീയതി തെറ്റാണ്. അതുകൊണ്ട് നാളും കൂറും ഒക്കെ മാറി. അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിലുള്ള നാളും കൂടെ അറിയിച്ചാൽ നമുക്കത് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. ഇന്ന് പറയാൻ പോകുന്നത് 2025 പുതുവർഷ ഫലത്തെയാണ്. അത് കർക്കിടക രാശിക്കാർക്ക് പുണർദത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാരാണ് കർക്കിടക രാശിക്കാർ. ഒരു വലിയ ദേവഭക്തിയും കാര്യങ്ങളും അതേപോലെ മന്ത്രതന്ത്രാദികളും അമ്പലക്കാര്യങ്ങളൊക്കെ നോക്കണവരും ജപവും തപമൊക്കെ ഉള്ളവരും ഭക്തി ഉണ്ടെങ്കിലും വിശ്വാസം ഇല്ലാന്ന് പറയണവരും ഒക്കെയാണ്. ഒരു വലിയ മിടുക്കന്മാരാണ് ഈ പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർ. ആയില്യം നക്ഷത്രക്കാർക്ക് ഇത്തിരി വാശിയും ദേഷ്യമൊക്കെ ഉള്ളത് കൊണ്ട് ജീവിതത്തിൽ ശത്രുക്കളെ ഒഴിയില്ല. കാരണം അവർ പറയാനുള്ളത് മുഖത്തോക്കി പറയും ചെയ്യും. മറ്റുള്ളവരോട് വിരോധം കാണിച്ചില്ലെങ്കിലും ശത്രുവിനെ പോലെ പെരുമാറുകയും. അതുകൊണ്ട് ഒരുപാട് ശത്രുക്കൾ വർദ്ധിച്ചു വരും. അപ്പം ഈ കൊല്ലം ഈ കർക്കിടക രാശിക്കാർക്ക് ഒരു വലിയ ദോഷം മാറിക്കിട്ടുകയാണ്. മരണശനി, അഷ്ടമശനി എന്ന് പറയുന്ന വലിയൊരു ഗ്രഹപ്പിഴ 2025 മാർച്ച് മാസത്തിൽ മാറിക്കിട്ടും. ശനി 8 നിൽക്കുമ്പോൾ 8ൻ്റെ പണി കിട്ടുമെന്നാണ്. ജാതം വാ വിഫലം വി നഷ്ടവികലോ തത്രോ അതികഷ്ടോ അഷ്ടമഹ എന്നാണ്. ജാതം വാ വിഫലം എന്ന് വെച്ചാൽ ഒരു ഫലവും കിട്ടണില്ല. ഒരുപാട് അധ്വാനവും പരിശ്രമമൊക്കെ ചെയ്തിട്ടും അതിന് തക്കതായ ഒരു മെച്ചവും നേട്ടവും കിട്ടണില്ല എന്ന് തോന്നും. ഈ നഷ്ടം കയ്യിരുന്നതും പോവും. കിട്ടാനുള്ളത് കിട്ടിയില്ല, തരാനുള്ളത് തരിയില്ല. ഈ ഐശ്വര്യപൂർത്തിക്കൊക്കെ മങ്ങൽ, തത്രോ അതികഷ്ടോ അഷ്ടം, വളരെ കഷ്ടമാണ് അഷ്ടമം. അല്ല സുനാമി വന്നെല്ലാം അടിച്ചുകൊണ്ട് പോയതുപോലെ എല്ലാം ഉണ്ടെങ്കിലും ചെറിയ ഒരു സംഖ്യ അതിനെ ബാങ്കുകാർ ജപ്തിക്കായിട്ട് വരുമുണ്ടോ എന്ന് വരെ തോന്നുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. കാഴ്ചക്കാരുടെ ഇടയ്ക്ക് വീടുണ്ട്, വസ്തുവുണ്ട്, പൈസയുണ്ട്, ഒരു കാര്യത്തിലും ടെൻഷൻ ഇല്ലാതെ ഇങ്ങനെ ചാരി ഓടി ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ അവർക്ക് ഉള്ള ജോലി നഷ്ടപ്പെടൂ, വസ്തു നഷ്ടപ്പെടൂ, കുടുംബ സ്വത്തുക്കൾ നഷ്ടപ്പെടൂ, കിട്ടാനുള്ള ചിട്ടി കിട്ടൂ, എൻ്റെ ബിസിനസ് ചൊവ്വേ നേരെയാവൂ, റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റിലൊക്കെ പോയ പൈസകളൊക്കെ കിട്ടുമെന്നൊക്കെ അങ്ങ് അന്തം വിട്ട പ്രതി എന്തും ചെയ്യുന്നത് പോലെ അന്തം വിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ മാർച്ച് കഴിയുമ്പോൾ 2.5 വർഷത്തേക്ക് ശനി ഭാഗ്യസ്ഥാനത്ത് വരുമ്പോൾ ഇവരുടെ രോഗവും അസുഖവും തടസ്സവും പരാജയവും ഒക്കെ മാറി കിട്ടും. അപ്പോൾ ശനി 8 നിന്ന ദ്വാദശ ജന്മ അഷ്ടമകാഹ പുംസാൻ ദിനനാഥ ഭൗമ ശനി ജീവോ വിത്തക്ഷയം പ്രവാസാൻ രോഗാൻ ജനന്തി മരണഭീതിയും വാ. ദ്വാദശം 12 ജന്മം 1ാമത്തെ രാശി, അഷ്ടമം 8 ഈ രാശി ദിനനാഥൻ സൂര്യൻ, ഭൗമൻ ഭൂമിയുടെ പുത്രൻ ചൊവ്വ, ശനി തന്നെ, ശനിയാണ് നിൽക്കുന്നത്, ജീവൻ വ്യാഴൻ. ഈ ഗ്രഹങ്ങൾ പഠിച്ചിരുന്ന വിത്തക്ഷേതനഷ്ടം, പ്രവാസി നാടും വീടും വിറ്റുപറക്കി പോകണം, വിട്ടുമാറി പോകണമെന്ന് തോന്നും. വിദേശത്തൊക്കെ നിൽക്കുന്ന ആളാണെങ്കിൽ സ്വദേശത്ത് വരണമെന്ന് തോന്നും. സ്വദേശത്ത് നിൽക്കുന്നവരാണെങ്കിൽ വിദേശത്ത് പോകണമെന്ന് തോന്നും. വിദേശത്ത് നിൽക്കുന്നവർക്ക് തന്നെ വേറെ രാജ്യത്ത് പോകണം, വേറെ ജോലിക്ക് ശ്രമിക്കണമെന്നൊക്കെ തോന്നും. ഇവിടെ ചെന്നിട്ടും വലിയ മെച്ചമില്ലാതെ കൊണ്ട് കളഞ്ഞിട്ട് വരല്. ഈ മാർച്ച് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ജോലിയും പൈസയും അധികാരവും പ്രമോഷൻ സാലറി നല്ല മെച്ചമായ ജീവിതങ്ങളൊക്കെ കിട്ടും. പേര് പ്രതാപമൊക്കെ കിട്ടും. ഇപ്പോൾ പേര് ദോഷമാണ് കൂടുതലും. തൊഴിലാളിയും മുതലാളിയും ഒക്കെ ശത്രുക്കളാവും. ശനി 8 നിൽക്കുമ്പോൾ മൃത്യൂർ വേദി സദുഃഖം ശനിരിക ഗരുഡോ ദാസഭൃത്യാദി ഗോപീനാണ്. എന്ത് വഴിയിലും മരണ ദുഃഖങ്ങളും നമുക്കും കുഴപ്പമില്ലാത്തൊരാൾ പെട്ടെന്ന് എങ്ങനെ മരിച്ചതാണോ എന്ന് തോന്നുന്ന പെട്ടെന്നുണ്ടാക്കുന്ന അറ്റാക്കുകൾ, മരണങ്ങൾ
ദുഃഖം, മനസ്സിന് ദുഃഖം. ദാസനും ഭൃത്യനും എല്ലാവരും കോപിച്ചു പോകും. തൊഴിലാളി, മുതലാളി, സമൂഹത്തിലുള്ളവരും വളരെ സ്നേഹിച്ചിരിക്കുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും ഇതൊക്കെ നമ്മളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിട്ടുമാറി പോകുന്ന സമയമാണ്. ഒരു 5 മാസത്തേക്കും കൂടെ മാർച്ച് വരെ നമ്മളൊന്ന് ക്ഷമിക്കണം. അത് കഴിയുമ്പോൾ നമുക്ക് ശനി ഭാഗ്യസ്ഥാനത്ത് വരുമ്പോൾ ഒരു തൊഴിലാളി മുതലാളിയായിട്ട് വരും. എല്ലാ കാര്യത്തിനും വിജയം, മനസ്സന്തോഷവും, സന്താനത്തിനും കുടുംബത്തിനും ഐശ്വര്യം, നമ്മൾ ആഗ്രഹിച്ചതും ആഗ്രഹിക്കാതെ പ്രതീക്ഷിക്കാത്ത ഭാഗ്യങ്ങൾ നമുക്ക് തേടിയെത്തുന്ന സമയം ഐശ്വര്യങ്ങളൊക്കെയാണ്. വ്യാഴനിപ്പോൾ കർക്കിടകൻ രാശിക്കൂറുകാർക്ക് വരുന്ന 2025 മെയ് മാസം വരെ 11 അത് കഴിയുമ്പം വ്യാഴം 12 വരും. അപ്പം ധനനഷ്ടവും കേസും വഴക്കുമൊക്കെ ഉണ്ടായിപ്പോവും. സന്താന ക്ലേശം ഉണ്ടാകും. അതുകൊണ്ട് മക്കളോട് വഴക്കിനൊന്നും പോകരുത്. കാരണം സന്താനം കാരകനായ വ്യാഴം 12 നിൽക്കുമ്പോൾ സന്താനങ്ങൾക്ക് കഷ്ടനഷ്ടങ്ങൾ, അവരുടെ വിദ്യ, വിവാഹം, ഉദ്യോഗം, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മക്കളോട് പറയുമ്പോൾ അവർ പറയും അച്ഛനും അമ്മയൊക്കെ നിങ്ങളാരും നോക്കി, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറയും. അപ്പം നീ കലപിച്ചു പോകും, അല്ലെങ്കിൽ മരിച്ചുകളാൻ ശ്രമിക്കുന്ന സമയം. നമ്മളെ മക്കൾ കലപിച്ചു പോകുന്നത് നല്ലത്. മരിച്ചു കളഞ്ഞാൽ നമുക്ക് ആ ശാപവും വിഷമവും നമ്മൾ മരിക്കുന്നത് വരെയും തീരില്ല, അടുത്ത തലമുറയ്ക്കും കൂടെ വിഷമം തോന്നും. അതുകൊണ്ട് പിള്ളേരുടെ വഴക്കിനൊന്നും പോലും പിള്ളേർ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നടത്തിക്കോട്ട് നമ്മൾ സ്നേഹിക്കുകയും ചെയ്യും. അവരുടെ സ്നേഹം നമുക്ക് കിട്ടാൻ സന്താന ഗോപാല മൂർത്തി പൂജ, നവഗ്രഹ പൂജ, വിഷ്ണു പൂജ, ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ പിള്ളേരുടെ കാര്യം ശരിയായിട്ട് വരും. പിന്നെ നമുക്ക് 12-ാം വേള ഒരു കോടീശ്വരൻ ദരിദ്രനായി പോകുന്നതാണ്. അപ്പോൾ ശനിയുടെ മാറ്റം കൊണ്ട് ഭാഗ്യവാനായിട്ട് വരുമെങ്കിലും 12 വേഴനിക്കും ദരിദ്രനായി പോകണം. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ചിട്ടി കിട്ടി, ഒരു 50 ലക്ഷം രൂപ ചിട്ടി പിടിച്ച്, പക്ഷെ അത് പെട്ടെന്നൊരു വീടും വസ്തുവൊക്കെ വാങ്ങിച്ചു. അത് നേട്ടമാണ് കണ്ടത്. പക്ഷെ ആ സമയത്ത് എന്താണ് വിഷമം? നമുക്ക് ചിട്ടി അടയ്ക്കാൻ പൈസ ഇല്ലെങ്കിൽ പിന്നെ കടവും വിഷമമൊക്കെ വന്ന് എങ്ങൊന്നും വരുമാനമില്ലാതെ വന്നാൽ നമ്മളാകെ കിടന്ന് പിടയ്ക്കും. നേട്ടം ഉണ്ടെങ്കിലും കോട്ടം പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഒരുപാട് കടങ്ങളൊന്നും വാങ്ങിച്ച് മണ്ടേ വയ്ക്കരുത്. ചെറിയ കടങ്ങൾ നമുക്ക് പരിഹരിച്ച് പോകാൻ പറ്റുന്നതായിരിക്കണം. കടം ഉണ്ടെങ്കിൽ നിങ്ങൾ കടമൊന്നും കൊണ്ട് ടെൻഷൻ അടിക്കരുത്, പരിചാൻ ശ്രമിക്കരുത്. ഒരു വസ്തു വിറ്റാലും 10 സെൻറ്റ് വിറ്റാലും കടം തീർക്കാനുള്ള ആശയായിരിക്കും നമുക്കുള്ളത്. കാരണം നല്ല ഭാഗ്യങ്ങൾ കിട്ടുന്ന സമയത്ത് ചെറിയ കടങ്ങൾ ഒരു പ്രശ്നമില്ല. ഒരു വണ്ടി വാങ്ങിച്ചാൽ വണ്ടി വിറ്റാൽ കടം തീർക്കാം. ഒരു വസ്തു വാങ്ങിച്ചാൽ വസ്തു വിറ്റാൽ കടം തീർക്കാം. ഒരു വസ്തുവും വേണം, കടവും തീർക്കാനും നിവൃത്തിയില്ലാതെ കൊണ്ട് ആർക്കാരുന്നാലും അതൊരു പ്രയാസമാണ്. അപ്പം അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുകൾ. പിന്നെ മക്കൾക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസം, വിദേശയാത്ര, ഇതിനൊക്കെ വേണ്ടി കുറച്ച് ഫണ്ടുകൾ നിങ്ങൾക്ക് ചിലപ്പം വേണമെന്ന് തോന്നും. പിള്ളേർ പഠിക്കാനൊക്കെ കൊടുക്കേണ്ടത് നല്ലത് തന്നെയാണ്. പക്ഷെ എങ്കിലും ഫണ്ട് കൊടുത്തിട്ട് ഇത്രയും രൂപ എൻ്റെ കൊച്ചിന് വേണ്ടി ചിലവായിപ്പോയല്ലോ, ഇത്രയും രൂപ ചിലവാക്കേണ്ടിയിരുന്നെന്ന് വിഷമിക്കരുത്. അതുപോലെ മക്കളും ഈ സമയത്ത് പോയാൽ പിള്ളേർക്ക് നല്ല ജോലി കിട്ടണില്ല, അഡ്മിഷൻ കിട്ടണില്ല, അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള തോന്നലുകളുണ്ടാകും. അപ്പോൾ അച്ഛനമ്മമാരുടെ ആഗ്രഹം നിമിത്തം മക്കളെ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആക്കാം, വിദേശത്ത് പോവാം, എല്ലാം ചെയ്യാം. പക്ഷെ അവർക്ക് അവിടെ അതിന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ അട്ടിമറിക്ക് നമ്മൾ പോവാം. നമ്മളെ നിർബന്ധം കൊണ്ട് വിദേശത്ത് പോകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. വിദേശത്ത് പോയിട്ട് പിള്ളേർക്ക് പഠിക്കാനും ജയിക്കാനും വയ്യ, ഒന്നും പറ്റാത്ത വിഷമതകളുണ്ട്. അതുകൊണ്ട് വിദേശത്ത് പിള്ളേർ പഠിക്കാൻ പോകണമെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പൈസ ചിലവാക്കി അവിടെയും ജോലിയില്ല ഇവിടെയും ജോലിയില്ലാതെ വരുമ്പോഴാണ് കൂടുതൽ ആൾക്കാർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും വരുന്നത്. പല ആൾക്കാരും വിദേശത്തൊക്കെ പോയി പഠിച്ചിട്ട് അവിടെയും ജോലിയില്ല ഇവിടെയും ജോലിയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മളെ നാട്ടുകാരുടെ ഇടയിൽ വിദേശത്ത് പഠിക്കാൻ പോകുന്നവരല്ല മോശക്കാരാണെന്നുള്ള ധാരണയുണ്ട്. വിവാഹ ആലോചനകൾ തന്നെ വരുമ്പം പെണ്ണു വീട്ടുകാരും ചെറുക്കൻ്റെ വീട്ടുകാരും പറയണമെന്നറിയാം, ഞങ്ങൾ ജ്യോത്സ്യന്മാരായിരുന്നു, വിദേശത്ത് പഠിച്ച പിള്ളേരൊന്നും നമുക്ക് വേണ്ട. അതും അവരുടെ ഡിമാൻഡുകൾ കുറയും. അങ്ങനെ പലതരത്തിലുള്ള ക്ലേശങ്ങൾ സന്താനങ്ങളെ കൊണ്ട് ഉണ്ടായിപ്പോകും. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പിള്ളേരും വേണം, കുടുംബവും വേണം, പൈസയും വേണം. കടങ്ങളും മാറാൻ വേണ്ടി നമ്മൾ കുറച്ച് ശ്രദ്ധയോടുകൂടി ചില വിട്ടുവീഴ്ചകൾ, ഒരു വസ്തു വിൽക്കാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ വലിയ കടമാണെങ്കിൽ വിറ്റ് കടം അങ്ങ് തീർത്താൽ മതി. കാരണം നിങ്ങളെക്കൊണ്ട് മനസ്സിന് താങ്ങാൻ പറ്റാത്ത വിഷമാണെങ്കിൽ അതേ ഉള്ളൂ നിവർത്തി. അപ്പം അങ്ങനെ നമുക്ക് കാര്യങ്ങൾ നേട്ടം കൈവരിക്കാം. എന്തായിരുന്നാലും വലിയ സർജറി ദോഷമൊക്കെ വേണമെന്ന് പറയുന്ന ഉള്ള സമയമാണ് ഈ ശനി 8 നിൽക്കുന്നത്.
അപ്പോൾ നിങ്ങളൊരു മാർച്ച് കഴിഞ്ഞിട്ടൊരു സ്കാൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു അസുഖം ഇല്ലെന്ന് എളുപ്പം പറയും. അങ്ങനെ നമുക്ക് ശരീരത്തിനും മനസ്സിനും ജീവിതത്തിനും നല്ല ഐശ്വര്യം വരും. വേഴം 12 നിൽക്കുന്നതിന് നവഗ്രഹ പൂജകളും വിഷ്ണു പൂജകളും സുദർശന പൂജകളും ഒക്കെ ഉണ്ടാകും. ഒരു മാർക്കിനും ഒരു വോട്ടിനൊക്കെ തോറ്റുകൊണ്ടതാണ് വേഴം 12 നിൽക്കുന്നത്. അതുകൊണ്ട് സരസ്വതി പൂജ നവഗ്രഹ പൂജയൊക്കെ ചെയ്യുമ്പോൾ പഠിക്കുന്നവർക്ക് നല്ല മാർക്ക് കിട്ടാനും സന്താനത്തിനും സമ്പത്തിനും ഐശ്വര്യം കിട്ടാനും ഒക്കെ യോഗം ഉണ്ടാകും. അങ്ങനെ കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ മാസവും കർത്തവാവിൻ്റെ അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. അവിടെ ഗണപതി ഹോമം രാവിലെ 10 മണിക്ക് മൃത്യുഞ്ജയ ഹോമം, 4 മണിക്ക് യമരാജ പൂജ, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ 14ഓളം ദൈവങ്ങളെ കൊണ്ടുള്ള അഭിഷേകം, തൈര്, കരിക്ക്, വെണ്ണ, നെയ്യ്, കുങ്കുമം, മഞ്ഞൾ കുങ്കുമം ഇങ്ങനെയൊക്കെയുള്ള ദൈവങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങൾ, പുഷ്പാഭിഷേകങ്ങൾ, ദീപാരാധനകൾ, ആരതി പൂജകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രഹപ്പിഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അവിടെ പൂജയോ വഴിപാടുകളോ നടത്താൻ താല്പര്യമുള്ളവർ, ആഗ്രഹമുള്ളവർ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. പരിഹാരങ്ങളും പൂജകളും ചെയ്യാം. കാലഭൈരവ സ്വാമിയുടെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൽ നടത്തുന്ന പൂജകളുടെ ലിങ്കൊക്കെ അയക്കും. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുള്ളവർ അതും കൂടെ ഒന്ന് മെസ്സേജ് ചെയ്യണം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.